ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തക്കുടും നൈനവും എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷേ വര ചവിട്ടാത്ത കളി അതാണ് തോന്നുന്നു. കുറേ നേരം നോക്കി നിന്നിട്ട് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. 11 മാസം മുന്നേ ഇട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഈ റബ്ബറിൻ്റെ പട്ടമരപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. പക്ഷേ അന്ന് അത് അത്ര വലിയ വ്യൂവേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം ആരും ക്വസ്റ്റ്യനൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്കി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൺ സ്റ്റോറേജ് ഫുള്ളായപ്പം കുറേ ഡിലീറ്റ് അടിച്ചതിൻ്റെ കൂടെ അതങ്ങ് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. SPC ഹോമിയോ അഗ്രോ കെയറിൻ്റെ മരുന്ന് വാങ്ങുമ്പോൾ തന്നെ അതിലൊരു നോട്ടീസ് പോലെ കിട്ടും കേട്ടോ. അതിൽ തന്നെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കേട്ടോ. പട്ടമരപ്പിന് അതിൻ്റെ താഴെ നിന്ന് 3 അടി ഉയരത്തിൽ കരിന്തൊലിയൊക്കെ കളഞ്ഞിട്ട് 2 ഗ്രാം ഗുളിക, അതായത് 100 ഗുളിക വെള്ളത്തിൽ ലയിപ്പിച്ച് പുറ്റുമണ്ണുമായിട്ട് കൂട്ടി കുഴച്ച് അതിൽ തേച്ച് പിടിപ്പിക്കുക. ഡിലീറ്റായ വീഡിയോ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാമായിരുന്നു കേട്ടോ. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഹർത്താലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, പകുതി ഉണ്ടാക്കി കേട്ടോ. കറിയൊക്കെ അടുപ്പിലുണ്ട്. ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇടയ്ക്ക് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലത്തെ ഒരു കാലാവസ്ഥയാണ്. വയലിൽ കുറച്ച് പയർ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കയറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് അമ്മയും വേറെണ്ണനും കൂടി പോയിട്ടുണ്ട്. അപ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് ഉണക്കിയിട്ടു. അപ്പോൾ ഇന്ന് കെട്ടുനിറയാണ്. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിക്ക് പോകണമെങ്കിൽ ഇന്ന് ഹർത്താലായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇറങ്ങാമെന്നാണ് വിചാരിച്ചൊരു 2:30-3 മണിയാകുമ്പോഴേക്കും പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ അത്യാവശ്യ പണികളൊക്കെ തീർക്കണമല്ലോ. എൻ്റെ അവസ്ഥ ഇതാണ്. ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും എത്തും മക്കളുടെ അവരുടെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കണം, അത് മനസ്സിലായില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോകട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടാൻ കുറച്ച് വൈകുന്നത്. വീഡിയോ കുറച്ച് മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് മാറ്റിയാൽ പിന്നെയും ഞാൻ മെനക്കെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തെ വ്യത്യാസമുണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക്. ഇത് വൈകുന്നേരവും രാവിലെയും കത്തിക്കാനുള്ള വിറകാണ് കേട്ടോ. അത് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അടുക്കളയും വർക്കേരിയും തുടച്ചിട്ടില്ലാന്ന്. രാവിലെ അടുക്കളപ്പണിയും കഴിഞ്ഞ് പാത്രങ്ങളും കഴുകി കഴിഞ്ഞ് ഇറങ്ങിയതാണ് മുറ്റത്ത്. പിന്നെ കയറി വന്നത് ഇപ്പോഴാണ്. അതിന് ഉച്ചയായപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. അച്ഛനും അമ്മയും വന്നില്ല. അച്ഛനിപ്പോൾ തീരെ വയ്യ. ഹർത്താലായതുകൊണ്ട് അത്ര ധൈര്യത്തിലൊന്നും അല്ല ഞങ്ങളിന്ന് പോയത് കേട്ടോ. ഒരുപാട് വണ്ടികൾ അവിടെ പിടിച്ചിടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കെട്ടുനിറയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം വിട്ടു കേട്ടോ. നമ്പിക്കല്ലി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു കെട്ടുനിറ. ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയെന്ന് കേട്ടോ. പക്ഷേ അവിടെ ദിനേട്ടനും സുരേട്ടനും അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് തക്കുവും നൈനും കൂടി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ അരി ഇടുന്നുണ്ടായിരുന്നു. പിന്നെ കറിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വരുമ്പോഴേക്കും എല്ലാ പണിയും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പൂക്കളും പിന്നെ തുളസിയിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് തക്കുടവും ഏട്ടനൊക്കെ പോവുകയാണ്. ഒരു 7:15 ആയപ്പോൾ അവർ പോയിട്ടോ. പിന്നെ അവരെല്ലാവരും കൂടി എന്നെ കൊണ്ടുവിട്ട് വന്നു. എന്നിട്ട് അവർ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുതേ.